വിവരം അറിഞ്ഞത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ അതിൻ്റെ അഡ്മിഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ദിവസം കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ മെയ് കഴിഞ്ഞല്ലോ, ഞങ്ങൾക്കിപ്പോൾ ജൂൺ ജൂലൈ ആയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ പേടിച്ചു. സാരമില്ല, മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, മാതാവ് എന്തെങ്കിലും ചെയ്യും. പക്ഷേ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, സുപ്രീം കോടതി ഒട്ടനവധി ക്രമക്കേടുകൾ നടന്നു എന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി കേസ് ഏറ്റെടുക്കുകയും സുപ്രീം കോടതിയുടെ പ്രത്യേക പരിഗണനയിൽ ഒന്നും കൂടെ ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ സെൻറ്റ് ജോൺസ് അധികൃതർ, കർണാടക എൻട്രൻസ് അതോറിറ്റി ഒന്നും കൂടെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ വെബ്സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. ഞങ്ങൾ ഉടനെ തന്നെ അത് ഞങ്ങൾക്ക് വേണ്ടി മാതാവ് തുറന്നു തന്നതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ അപേക്ഷയും കൊടുത്തു. ഒട്ടനവധി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും നേരിടേണ്ടി വന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് നല്ല ഉറച്ച വിശ്വാസമായിരുന്നു, മാതാവ് ഇത്രയും ചെയ്തു തന്നെങ്കിൽ ഞങ്ങൾക്കൊരു അഡ്മിഷനും തരും. മാതാവ് കഴിഞ്ഞ സെപ്റ്റംബർ 2 എൻ്റെ മകന് അഡ്മിഷൻ തന്നു.